പ്രിയപ്പെട്ടവരെ, നമ്മൾ നിൽക്കുന്ന ഈ ദേവാലയം പോലെ വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ നിർഭരമായി പെസഹ വ്യാഴം ആചരിക്കുകയാണ് വിശ്വാസികൾ. നമുക്ക് ആ വാർത്തയിലേക്ക് കയറി മറ്റു ചില വാർത്തകൾ കൂടിയുണ്ട്. വളരെ പെട്ടെന്ന് പ്രതികരണങ്ങൾ കൂടി എടുക്കാം. ഒരുപാട് വിശ്വാസികളും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനായി ഇറങ്ങിയ പ്രവർത്തകരും ഒക്കെയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ ആചരിക്കുകയാണ്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷയും നടക്കും. സഭാധ്യക്ഷന്മാർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 3 മണിക്ക് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ മാർ ബസീലിയസ് ക്ലിമീസ് കത്തോലിക്ക ബാവ കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. വൈകിട്ട് 5 മണിക്ക് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ തിരുകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പെസഹ വ്യാഴാഴ്ചയാണെങ്കിലും ശരി, ഈസ്റ്റർ ദിനത്തിലാണെങ്കിലും ശരി, ബിഷപ്പുമാരും പിതാക്കന്മാരും ഒക്കെ നൽകുന്ന ആഹ്വാനത്തിന് ഒരുപാട് വിലയുണ്ട്, ഒരുപാട് രാഷ്ട്രീയ മൂല്യമുണ്ട് എന്നുള്ളതാണ്. അതിൽ ചില സൂചനകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് FCRA വരുന്ന പശ്ചാത്തലത്തിൽ സജോ ദേവസ്യയും അരുൺ സോളമനും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം സജോ ദേവസ്യ. ഗുഡ് മോർണിംഗ് സജോ. അരുൺ. സജോ ദേവസ്യയുള്ളത് മൗണ്ട് സെന്റ് തോമസ് സീറോ മലബാർ സഭ ആസ്ഥാനത്താണ്. അരുൺ ഉള്ളത് പാളയം സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിലാണ്. ആദ്യം സജോയിലേക്ക്. സജോ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഉഷാറായി നടക്കുന്നു. പെസഹ വ്യാഴം പുലർന്നിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നും ഈസ്റ്റർ ദിനത്തിലും പിതാക്കന്മാർ പറയുന്ന ആശംസകളിൽ പ്രാർത്ഥനകളിലൊക്കെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സൂചനകൾ കൂടി കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലേ സജോ? ഗുഡ് മോർണിംഗ് സജോ. ഗുഡ് മോർണിംഗ് അരുൺ. ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. പെസഹ ഹോളി വീക്ക് ഇത്തവണ പക്ഷേ നമുക്കറിയാവുന്നതുപോലെ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ വിശുദ്ധ വാരാചരണങ്ങൾ നടക്കുക. സ്വാഭാവികമായും പല നിലയ്ക്കുള്ള പ്രാധാന്യങ്ങളുണ്ട്. നമുക്കറിയാവുന്നതുപോലെ സജീവ ചർച്ചയിൽ FCRA വിഷയം ഒരു വശത്ത് നിൽക്കുന്നു. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതുമായി ബന്ധപ്പെട്ടത് മറുവശത്ത് നിൽക്കുന്നു. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് സിറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ്. ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ പെസഹ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ്. ഇവിടെ ഇപ്പോൾ പ്രധാനമായും പെസഹ തിരുക്കർമ്മങ്ങൾ, വിശുദ്ധ കുർബാന, അതിനുശേഷം പ്രധാനമായും കാൽകഴുകൽ ശുശ്രൂഷയാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ അന്ത്യത്താഴത്തിൻ്റെയും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിൻ്റെയും ഓർമ്മയാചരണമാണ് യഥാർത്ഥത്തിൽ പെസഹ എന്ന് മാത്രമല്ല വിശുദ്ധ വാരാചരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രാർത്ഥനാചരണങ്ങളിലേക്ക് ഇതോടുകൂടി കടക്കുകയാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം, ഉത്ഥാനം, അത് ഈസ്റ്റർ, അങ്ങനെ ദുഃഖവെള്ളി, ഈസ്റ്റർ എന്നീ ആചരണങ്ങൾ, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാനുഷ്ഠാനങ്ങളിലേക്ക് കടക്കുകയാണ്. സിറോ മലബാർ സഭയുടെ തിരുക്രമങ്ങളാണ് രാവിലെ നടക്കുക. മറ്റ് സഭകളിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ രാവിലെ പൂർത്തിയാക്കിയതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് കാൽകഴുകൽ ശുശ്രൂഷയടക്കം നടക്കുക. ഇവിടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളടക്കമുണ്ട്. അങ്ങോട്ടേക്കും ആളുകൾ ഒഴുകിയെത്തും. ഈ പള്ളികളിൽ നടക്കുന്ന പ്രാർത്ഥനകൾക്കൊപ്പം വളരെ പ്രധാനമായും ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് വീടുകളിൽ പെസഹ അപ്പം ഒരുക്കി മുറിച്ച് പങ്കുവയ്ക്കുക എന്നതുകൂടി ഈ പെസഹ ആചരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നത് കാണേണ്ടതുണ്ട്. അതോടൊപ്പം വിവിധ പള്ളികളിൽ തുടർച്ചയായി പ്രാർത്ഥനകളും ആരാധനകളും ഇനി അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇവിടെ സിറോ മലബാർ സഭാസ്ഥാനത്ത് സഭാധ്യക്ഷൻ തന്നെ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് സഭയുടെ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയാണ് നേതൃത്വം നൽകുക. അദ്ദേഹം പമ്പാടി ദയറയിലാണ്. അതോടൊപ്പം കെംദ്യ കത്തീഡ്രൽ യാക്കോബായ സഭ. സജോ, ഒരു കാര്യം സജോയെ കുറിച്ച് പറഞ്ഞോട്ടെ. സജോയുടെ റിപ്പോർട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോഴേ പള്ളിയിൽ പുറകുവശത്ത് പിതാവിൻ്റെ പ്രാർത്ഥനാ ശുശ്രൂഷയുണ്ട്. സജോയുടെ ബൈറ്റ് കേൾക്കുമ്പോഴേ, സജോ റിപ്പോർട്ട് ചെയ്ത് കേൾക്കുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിതാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെയുണ്ട്. സത്യം കേട്ടോ. ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ഒരു സംഗീതാത്മകമായിട്ടാണ് സജോ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ പെസഹ ദിനത്തിനും ഈസ്റ്ററിനും ഒക്കെ സജോയുടെ റിപ്പോർട്ട് കേൾക്കുന്ന സമയത്ത് നമ്മളിത് പള്ളിയിൽ പോയി നിൽക്കുകയാണെന്ന് വിചാരിക്കും. അത്ര മനോഹരമാണ്. വളരെ ഗുഡ്, നന്നായിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഒന്ന് അരുണിലേക്ക് കൂടി ഒന്ന് പോയിട്ട് വരാം. അരുൺ സോളമൻ ഇപ്പോൾ ഉള്ളത് പാളയത്ത് സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലാണ്. അരുൺ, പെസഹ വ്യാഴമാണ്. പെസഹ വ്യാഴത്തിനായി വിശ്വാസികൾ എത്തിച്ചേരുന്നു. തലസ്ഥാനത്ത് എന്താണ് അവസ്ഥ? ഇന്നിപ്പോൾ ലത്തീൻ സഭയുടെ ആണെങ്കിലും ശരി, ഇനി RC സഭയുടെ ആണെങ്കിലും ശരി, ഒക്കെ പ്രതികരണങ്ങൾ ഇനി വരാനിരിക്കുന്നു. അതോടൊപ്പം യാക്കോബായ ഓർത്തഡോക്സ് സഭകളിലൊക്കെ പ്രതികരണം വരും. നമ്മൾ കാത്തിരിക്കുന്നത് പ്രാർത്ഥനകൾക്കൊപ്പം ആശംസകൾക്കൊപ്പം രാഷ്ട്രീയം കൂടി അതിൻ്റെ ചില സൂചനകൾ കൂടി ഉണ്ടാവും. പ്രത്യേകിച്ച് FCRAയുടെ വിഷയത്തിൽ എല്ലാ സഭകളും പ്രതിഷേധത്തിലാണ്. കടുത്ത അമർഷമുണ്ട്. അരുൺ. തീർച്ചയായിട്ടും നേരത്തെ ഓഷാന ഞായറോടനുബന്ധിച്ച് തന്നെ പാചകവാതക പ്രതിസന്ധിയും ലോകമെമ്പാടും നടക്കുന്ന, പ്രത്യേകിച്ചും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇറാനുമേലുള്ള കടന്നുകയറ്റം അതടക്കം പരാമർശിച്ചുവെങ്കിൽ ഇന്നിപ്പോൾ വരാനിരിക്കുന്നത് FCRA അടക്കമുള്ള ബില്ലിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം എന്തായാലും സഭാധ്യക്ഷന്മാർ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരത്തുള്ള സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് കത്തീഡ്രലിലാണ്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടി തന്നെ പെസഹ വ്യാഴത്തോടനുബന്ധിച്ചുള്ള കുർബാന അടക്കമുള്ള ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്.
ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഈ യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കലിന്റെ ആചരിക്കലിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ പെസഹ വേഴം ആചരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ആരംഭിച്ച ഈ കുർബാന ഇനി വൈകിട്ട് സന്ധ്യ നമസ്കാരത്തോടു കൂടിയായിരിക്കും ഈ പെസഹ വേഴത്തിന്റെ ചടങ്ങുകൾ എന്തായാലും നടക്കുക. പ്രധാനമായും മറ്റ് സഭകൾ, പ്രത്യേകിച്ചും പാളയം സെന്റ് മേരീസ് ചർച്ചിൽ ഇന്ന് വൈകിട്ട് 3:30 മണിക്കാണ് സഭാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കത്തോലിക്സ് ബാബ എന്തായാലും ഇപ്പോൾ ഈ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുക. 5 മണിക്ക് കാത്തോലിക്ക സഭയിൽ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ശരി. താങ്ക് യു അരുൺ സോളമനും സജോ ദേവസ്യമാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മളിപ്പോഴുള്ളത് വാഴത്തോപ്പിലെ സെന്റ് ജോർജ് കത്തീഡ്രലാണ്. ഇടുക്കി നിയമസഭാ മണ്ഡലത്തിലാണ്. മനോഹരമായ ദേവാലയമാണ്. ഞാൻ അടുത്ത് ഇത്രയും മനോഹരമായ ഒരു ദേവാലയം ഈ പ്രകൃതി രമണീയതയുടെ നടുവിൽ കണ്ടിട്ടില്ല കേട്ടോ. പ്രേക്ഷകർക്ക് നമ്മുടെ ഏരിയൽ വ്യൂ കണ്ടപ്പോൾ, ഡ്രോൺ വിഷ്വൽസ് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഗംഭീര കാഴ്ചയാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോഴും ഒരു തണുപ്പും കുളിരും ഒക്കെ ഉണ്ട് രാവിലെ.